In this video, we are going to learn an essay or criticism by Matthew Arnold, The Study of Poetry. ഇതിൽ എക്സ്പ്ലനേഷൻ വിത്ത് MCQ ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമില്ലെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദ വീഡിയോ ആൻഡ് സീ ദ MCQ സെക്ഷൻ. ഓക്കെ, ആദ്യം നമുക്ക് മാത്യു അർണോൾഡിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അർണോൾഡ് ഒരു 19th സെഞ്ച്വറി ക്രിട്ടിക് ആയിരുന്നു. അതായത് റോഡ് ഡ്യൂറിങ് വിക്ടോറിയൻ പീരീഡിൽ എഴുതിയ റൈറ്ററായിരുന്നു മാത്യു അർണോൾഡ്. ആൻഡ് ഈ ഒരു ടൈമിൽ പീപ്പിളിന് കൺഫ്യൂഷൻ ആയിരുന്നു, റിലീജിയൻ ഫോളോ ചെയ്യണോ അതോ പുതിയ തിയറി, സയൻസിനെ കുറിച്ചുള്ള തിയറീസ് ഫോളോ ചെയ്യണോ. ഈ ഒരു കൺഫ്യൂഷൻ പീപ്പിളിനുണ്ടായിരുന്നു. ഈ ഒരു കൺഫ്യൂഷനാണ് വിക്ടോറിയൻ ഡിലമ്മ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സേജ് പോയറ്റ്. മാത്യു അർണോൾഡിന് സേജ് പോയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൂ റിഫ്ലെക്ട്സ് കോണ്ടംപററി സൊസൈറ്റി ആൻഡ് കൾച്ചേഴ്സ് ഇൻ ദ പോയംസ്. കോണ്ടംപററി സൊസൈറ്റിയും കൾച്ചറും പോയത്തിൽ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഹിസ് പോയംസ് റിഫ്ലെക്ട് വിക്ടോറിയൻ ഡിലമ്മ ആസ് എ മേജർ തീം ഓഫ് ഹിസ് പോയം ഈസ് വിക്ടോറിയൻ ഡിലമ്മ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫാദർ ഓഫ് മോഡേൺ ക്രിറ്റിസിസം. It is from him, it is from Matthew Arnold we started to see criticism. നമ്മൾ ക്രിറ്റിസിസം മാത്യു അർണോൾഡിനാണ് കണ്ടു തുടങ്ങിയത്. ആസ് സംതിങ് ദാറ്റ് ഇവാലുവേറ്റ്സ് വർക്ക് ഓഫ് ആർട്ടിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ക്രിറ്റിസിസം നമ്മൾ മാത്യു അർണോൾഡിലാണ് കണ്ടു തുടങ്ങിയത്. ആൻഡ് ഹീ ഈസ് നോൺ ആസ് ക്രിട്ടിക്സ് എന്നറിയപ്പെടുന്നത് മാത്യു അർണോൾഡാണ്. ആൻഡ് ഇൻ ഹിസ് എസ്സേസ് ഹി ഹാസ് പുട്ട് ഇൻ സം റൂൾസ് ഫോർ ക്രിട്ടിക്സ് ടു ഫോളോ. ക്രിട്ടിക്സിന് റൂള് കൊണ്ടുവന്നിരുന്നു. ത്രൂ ഹിസ് എസ്സേസ് ക്രിട്ടിക്സിന് റൂള് കൊണ്ടുവന്നിരുന്നു. ഈ നമ്മളിന്ന് പഠിക്കുന്ന ദ സ്റ്റഡി ഓഫ് പോയട്രി, ഇറ്റ് ഓൾസോ ഹാസ് സം റൂൾസ് ഫോർ ദ ക്രിട്ടിക്സിന് റൂൾ ഉണ്ടായിരുന്നു ഈ ഒരു ദ സ്റ്റഡി ഓഫ് പോയട്രി എന്ന് പറയുന്ന ഈ ഒരു എസ്സേയിലും. ആൻഡ് സം ഓഫ് ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ ദ സ്കോളർ ജിപ്സി, ഡോവോ ബീച്ച്, കൾച്ചർ ആൻഡ് അനാർക്കി, ദ സ്റ്റഡി ഓഫ് പോയട്രി. ലെറ്റ്സ് സീ ദ സ്റ്റഡി ഓഫ് പോയട്രി. Critical essay published in 1880, originally published as an introduction to an anthology. T.H. വാർഡിൻ്റെ ആൻറ്റോളജി ആയ ദ ഇംഗ്ലീഷ് പോയറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ടായിരുന്നു ദ സ്റ്റഡി ഓഫ് പോയട്രി ആദ്യം പബ്ലിഷ് ചെയ്തത്. ഈ വർക്കിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ടായിരുന്നു ദ സ്റ്റഡി ഓഫ് പോയട്രി ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്. ലേറ്റർ പബ്ലിഷ്ഡ് ഇൻ എസ്സേസ് ഇൻ ക്രിറ്റിസിസം. പിന്നീട് അത് എസ്സേസ് ഇൻ ക്രിറ്റിസിസിലും പബ്ലിഷ് ചെയ്തിരുന്നു. ഓക്കെ, നമുക്കിനി നോക്കാം വാട്ട് മെയ്ഡ് or what influenced Matthew Arnold to write this essay, the study of poetry, ഒരു ക്രിട്ടിക്കൽ വർക്ക് എഴുതാനുള്ള കാര്യം എന്ത് എന്ന് നമുക്ക് നോക്കാം. We know New Classical period was a time when writer had to follow certain rules and regulations. അവർ കുറേ റൂൾസും റെഗുലേഷനും ഒക്കെ വെച്ചായിരുന്നു നിയോ ക്ലാസിക്കൽ പീരീഡിൽ എഴുതിയിരുന്നത്. റൈറ്റേഴ്സ് ലൈക്ക് പോപ്പ്, ഡ്രൈഡൻ, ഇവരൊക്കെ കുറേ they keep certain rules and standards when they write a poem. അവരൊക്കെ റൂൾസും സ്റ്റാൻഡേർഡ്സും ഒക്കെ കീപ്പ് ചെയ്താണ് പോം എഴുതിയിരുന്നത്. ആൻഡ് ദിസ് നിയോ ക്ലാസിക്കൽ പീരീഡ് വാസ് ഫോളോഡ് ബൈ റൊമാൻറ്റിസിസം. റൊമാൻറ്റിക് പീരീഡിൽ വേർഡ്സ്വർത്തും കോൾഡ്രിഡ്ജും ഒക്കെ ബിലീവ് ചെയ്തിരുന്നത് ഈ റൂൾസും സ്റ്റാൻഡേർഡും ഒക്കെ വെച്ച് പോയം എഴുതി കഴിഞ്ഞാൽ, ഈ നിയോ ക്ലാസിക്കൽ പീരീഡിൻ്റെ റൂൾസും സ്റ്റാൻഡേർഡും ഒക്കെ ഫോഴ്സ് ചെയ്ത് പോയം എഴുതി കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. ഫോർ വേർഡ്സ്വർത്ത് ആൻഡ് കോൾഡ്രിഡ്ജ്, ഫോർ ദം നമുക്കറിയാം വേർഡ്സ്വർത്തിൻ്റെ ഡെഫിനിഷൻ ഫോർ പോയട്രി വാസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് വിച്ച് ഷുഡിൻ ബി ഹിൻഡർഡ് ബൈ എനി കൈൻഡ് ഓഫ് റൂൾസ്. അങ്ങനെയായിരുന്നു അവർ ബിലീവ് ചെയ്തിരുന്നത്. സോ ദേ സ്റ്റാർട്ടഡ് ടു റൈറ്റ് ഇൻ ഓർഡിനറി ലാംഗ്വേജ്. കോൾഡ്രിഡ്ജും വേർഡ്സ്വർത്തും ഒക്കെ റൊമാൻറ്റിക് പീരീഡിൽ ഓർഡിനറി ലാംഗ്വേജ് യൂസ് ചെയ്തായിരുന്നു റൈറ്റ് ചെയ്തിരുന്നത്. ദേ റോട്ട് അബൌട്ട് ഓർഡിനറി ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അവർക്ക് ഓൾമോസ്റ്റ് നോ റൂൾസ് ഫോളോ ചെയ്തായിരുന്നു അവർ എഴുതിയിരുന്നത്. ആൻഡ് ആഫ്റ്റർ സം ടൈം എന്തായി സിറ്റുവേഷൻ, എനി വൺ ക്യാൻ റൈറ്റ് എ പോം, ആ ഒരു സിറ്റുവേഷനിലെത്തി. അങ്ങനെ വന്നപ്പം പോയം വായിക്കാനുള്ള പ്ലഷറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ആൻഡ് ഇറ്റ് വാസ് ഡ്യൂറിങ് ദിസ് വിക്ടോറിയൻ പീരീഡ് that
മാത്യു അർണോൾഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് വിക്ടോറിയൻ പീരീഡിൽ വിക്ടോറിയൻ പീരീഡിലാണ് മാത്യു അർണോൾഡ് എഴുതാൻ തുടങ്ങിയത്. ആൻഡ് ഹി ഫെൽറ്റ് ഇറ്റ്സ് നെസസറി ടു പുട്ട് ഫോർവേഡ് സം റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് ഫോർ ദ പോയറ്റ്സ്. അങ്ങനെ മാത്യു അർണോൾഡിന് മനസ്സിലായി കുറേ ഗൈഡ് ലൈൻസോ റൂൾസും ഒക്കെ വേണം ഒരു പോയറ്റിന് പോയം എഴുതാൻ. ആസ് വെൽ ആസ് ദ ക്രിറ്റിക്സ്, നോട്ട് ഓൺലി ഫോർ ദ പോയറ്റ്സ്, ക്രിറ്റിക്സിനാണെങ്കിലും കുറേ റൂൾസും റെഗുലേഷനും വേണമെന്ന് മാത്യു അർണോൾഡ് മനസ്സിലായി. നമുക്കറിയാം മാത്യു അർണോൾഡിനെ ക്രിട്ടിക് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഓഫ് പോയട്രി ക്യാൻ ബി റേസ്. ഇങ്ങനെ കുറച്ച് ഗൈഡ് ലൈൻസും റൂൾസും ഒക്കെ വന്നു കഴിഞ്ഞാൽ പോയട്രിയുടെ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യത്തുടന്ന് മാത്യു അർണോൾഡിന് മനസ്സിലായി. സോ മാത്യു അർണോൾഡ് സ്റ്റാർട്ട്സ് ബൈ ടോക്കിംഗ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പോയട്രി. മാത്യു അർണോൾഡ് അങ്ങനെ പോയട്രിയുടെ ഇമ്പോർട്ടൻസ് പറയാൻ തുടങ്ങി. He says mankind will discover that we have to turn to poetry to interpret life for us, to console us, to sustain us. ഇത് നിങ്ങൾ നല്ലോണം റീഡ് ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ലൈൻ. ഇതിനൊക്കെ MCQ വരാൻ ചാൻസസ് ഉള്ളതാണ്. Matthew Arnold disapproves with the ancient philosopher Plato, who laid many accusations against poetry. നമുക്കറിയാം പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന വർക്കിൽ പ്ലേറ്റോ പോയിറ്റ്സിനെ പറയുന്നത് ദേ ആർ മിയർലി കോപ്പിങ് ദ യൂണിവേഴ്സൽ ട്രൂത്ത് എന്നാണ്. ഓക്കെ, ആൻഡ് മാത്യു അർണോൾഡ് ഡിസപ്രൂവ്സ് വിത്ത് ദ ഏൻഷ്യന്റ് ഫിലോസഫർ പ്ലേറ്റോ. ആൻഡ് ഫോർ മാത്യു അർണോൾഡ് പോയട്രി ഈസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. The human nature and what we are is what is being depicted in poetry. മാത്യു അർണോൾഡ് പറയുന്നത് ഹ്യൂമൻ നേച്ചർ നമ്മൾ എന്താണോ അതാണ് പോയട്രിയിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത് എന്നാണ്. In that case, we will always find comfort in poetry because poetry is a mirror to our own life. Poetry is a mirror to our own life എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. And according to Matthew Arnold, science, religion or philosophy is incomplete without poetry. Science, religion or philosophy is incomplete without poetry. And now 3 ways to estimate or evaluate a poem. ഇങ്ങനെ ഈ ഒരു 3 വേ ഉണ്ട് ഒരു പോം ഇവാലുവേറ്റ് ചെയ്യാൻ. ഓക്കെ, ദ ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ്, ദ പേഴ്സണൽ എസ്റ്റിമേറ്റ്, ദ റിയൽ എസ്റ്റിമേറ്റ്. ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് ആൻഡ് പേഴ്സണൽ എസ്റ്റിമേറ്റ് ഇതിനെ രണ്ടിനെയും ഫാലസീസ് എന്നാണ് പറയുന്നത്. ഫാലസീസ്. ഓക്കെ, when we use the historic estimate, we analyze a poem based on the historical importance and not based on its content. Historical importance ആണ് നോക്കുന്നത്, അല്ലാതെ അതിൻ്റെ കോണ്ടൻറ്റ് എന്താണെന്നല്ല നോക്കുന്നത്. മോസ്റ്റ്ലി ഇറ്റ് അഫക്റ്റ് ദ സ്റ്റഡി ഓഫ് ഏൻഷ്യൻറ്റ് പോയറ്റ്സ്. ഏൻഷ്യൻറ്റ് പോയറ്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബിയോവോൾഫ്. It's important. Beowulf is important because it's the first written document work we have. First written document work ആണ് Beowulf. So it's important. And the story or style or any creativity do not have importance when we study Beowulf. സ്റ്റോറിക്കോ സ്റ്റൈലിനോ ക്രിയേറ്റിവിറ്റിക്കോ ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. പ്രോബ്ലം ഓഫ് ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് ദിസ് ഈസ് എ poetry to higher level and stops us seeing its weakness. ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വീക്ക്നെസ് ഒന്നും കാണാൻ കഴിയില്ല. വി വിൽ ഗീവ് ഓൺലി ദി ഇമ്പോർട്ടൻസ് ടു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. നമ്മളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ദസ് അർണോൾഡ് ഡസിൻ അപ്രൂവ് ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റ്. അർണോൾഡ് ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റ് വഴി നമുക്കൊരു പോയത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. നമ്മൾ അതിൻ്റെ സ്റ്റൈലോ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടൻറ്റ് ഒന്നും നോക്കില്ല. നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് മാത്രമേ നോക്കൂ. അതിൻ്റെ വീക്ക്നെസ് ഒന്നും അനലൈസ് ചെയ്യത്തില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ എസ്റ്റിമേറ്റ്. പേഴ്സണൽ എസ്റ്റിമേറ്റ് അനലൈസിങ് എ പോയം ബേസ്ഡ് ഓൺ പേഴ്സണൽ ടേസ്റ്റ്, ലൈക്സ് ഓർ ഡിസ്ലൈക്സ് ഓഫ് ദ റീഡർ. ഒരു പേഴ്സണിൻ്റെ പേഴ്സണൽ ടേസ്റ്റ് അല്ലെങ്കിൽ ലൈക്സ് ഡിസ്ലൈക്സ് നോക്കിയാണ് നമ്മൾ പേഴ്സണൽ എസ്റ്റിമേറ്റ് എടുക്കുന്നത്.
ഇഫ് someone doesn't appreciate ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇഫ് someone doesn't appreciate fantasy elements of a novel, he or she might not like best fantasy novel. ഫോർ എക്സാമ്പിൾ ഒരു ഫാൻറ്റസി എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹൊറർ മൂവി ഇഷ്ടമല്ലാത്തൊരാൾക്ക് ആ ഒരു ഹൊറർ മൂവി ജോണറിൽ വരുന്ന ബെസ്റ്റ് ഹൊറർ മൂവി പോലും ഇഷ്ടപ്പെടണമെന്നില്ല. സോ കൺക്ലൂഷൻ മെയ്ഡ് ഇസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ലൈക്സ് ഓർ ഡിസ്ലൈക്സ് ആയിരിക്കും. Arnold doesn't like this type of estimate too. He says the personal estimate mostly affect the study of modern or contemporary poets. അങ്ങനെയാണ് മാത്യു അർണോൾഡ് പറയുന്നത്. ആൻഡ് ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റ് ആൻഡ് പേഴ്സണൽ എസ്റ്റിമേറ്റ്, they are not to be used. They are fallacies. അതുകൊണ്ടാണ് ഇത് രണ്ടും ഉപയോഗിക്കൽ. they are fallacies എന്ന് മാത്യു അർണോൾഡ് പറയാനുള്ള കാര്യം ഇതാണ്. what we actually should യൂസ് ഈസ് റിയൽ എസ്റ്റിമേറ്റ്. നമ്മൾ ഉപയോഗിക്കേണ്ടത് റിയൽ എസ്റ്റിമേറ്റ് ആണെന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. ഇറ്റ് ഈസ് അൺബയാസ്ഡ് ലൈക്ക് ദ ഏർലിയർ ടു. മറ്റ് രണ്ടും പോലെയല്ല, അതായത് ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റും പേഴ്സണൽ എസ്റ്റിമേറ്റും പോലെയല്ല റിയൽ എസ്റ്റിമേറ്റ് എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് അനലൈസ് ഹെൽപ്പ് us ടു റീഡ് ദ വർക്ക് വിത്ത് ആൻ ഓപ്പൺ ഐ. വി വുഡ്ന്റ് ബി ബ്ലൈൻഡ് ടു ഇറ്റ്സ് ഫോൾട്ട് എനിമോർ. നമുക്ക് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. There should be a kind of objectivity to analyze a work using real estimate, because we are not giving importance to historic significance, not giving importance to personal taste. നമ്മൾ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല, പേഴ്സണൽ ടേസ്റ്റും നോക്കാതെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ ആക്ച്വൽ വർത്ത് ഓഫ് എ വർക്ക്. ഒരു വർക്കിൻ്റെ ആക്ച്വൽ വർത്ത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് കമ്പാരിറ്റീവ് മെത്തേഡ് പ്രൊപ്പോസ്ഡ് ബൈ അർണോൾഡ് ടു അനലൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് എ പോയം. ഒരു പോയത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനലൈസ് ചെയ്യാനുള്ള ഒരു കമ്പാരിറ്റീവ് മെത്തേഡാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. ക്ലാസിക്കൽ പോയം പ്ലീസേഴ്സ് ഓൾ ടൈം അല്ലേ? ഒരു ക്ലാസിക്കൽ പോയം എപ്പോഴും നമ്മളെ പ്ലീസ് ചെയ്യും, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, പ്ലേസ്, ടേസ്റ്റ്. ഹെൻസ് വി കോൾ ദം സബ്ലൈം. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസിക്കൽ പോയത്തിനെ സബ്ലൈം എന്ന് പറയുന്നു. ടു ബി എ ഗ്രേറ്റ് പോയറ്റ് വൺ ഷുഡ് ഇമിറ്റേറ്റ് ക്ലാസിക്കൽ റൈറ്റർ. ഒരു ഗ്രേറ്റ് പോയറ്റ് ആവണമെങ്കിൽ നമ്മൾ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ ഒരു ഐഡിയ ഓഫ് ഇമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ മാത്യു അർണോൾഡ് പറയുന്നത്, imitation doesn't mean the poem should exactly resembles the classic. ആ ഒരു ക്ലാസിക് വർക്കിനെ പോലെ തന്നെ എക്സാക്ട് റിസംബ്ലൻസ് വേണമെന്നില്ല. പക്ഷേ ദ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്ലാസിക് ഷുഡ് ബി മെയിൻറ്റെയിൻ. ഹൈ സ്റ്റാൻഡേർഡ് നമ്മൾ ക്ലാസിക്സിൻ്റെ ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ്സ് വാട്ട് ഹി മെൻറ്റ് ബൈ ഇമിറ്റേഷൻ. അതാണ് മാത്യു അർണോൾഡ് ഇമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാക്ട് ക്ലാസിക്കൽ റിസംബ്ലൻസ് അല്ല, പക്ഷേ അതിൻ്റെ ഹൈ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. സോ ആക്ച്വലി വാട്ട്സ് ആക്ച്വലി ദ ടച്ച് സ്റ്റോൺ മെത്തേഡ് ഡൂയിങ് ഇസ് ദാറ്റ് വി കമ്പയർ ദ പോയം വിത്ത് ദ ക്ലാസിക്കൽ സബ്ലൈം പോയം. നമ്മൾ ക്ലാസിക്കൽ സബ്ലൈം പോയമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. We are comparing the poem with the classical sublime poem, and then we decide the poem is of high standard or not. നമ്മൾ പോയം ഡിസൈഡ് ചെയ്യുകയാണ് ഹൈ സ്റ്റാൻഡ്. നമ്മൾ കമ്പയർ ചെയ്യുന്നു ക്ലാസിക്കൽ പോയത്തിനെ ക്ലാസിക്കൽ പോയമായിട്ട് ഒരു പോയം കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് ഡിസൈഡ് ചെയ്യുന്നു ദ പോയം ഈസ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ് ഓർ നോട്ട്. ഹൈ സ്റ്റാൻഡേർഡ് ആണോ അല്ലയോ എന്ന് നോക്കുന്നു. അതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇൻ ടച്ച് സ്റ്റോൺ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ക്ലാസിക്കൽ സബ്ലൈം പോയവുമായിട്ട് പോയത്തിനെ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് ഡിസൈഡ് ചെയ്യുന്നു പോയം ഹൈ സ്റ്റാൻഡേർഡ് ആണോ അല്ലയോ എന്ന്. ദിസ് ഈസ് എ മെത്തേഡ് അർണോൾഡ് ആസ് ദ ക്രിറ്റിക്സ് ടു ഫോളോ. ഇതാണ് ക്രിറ്റിക്സിനോട് അർണോൾഡ് പറയുന്നത് ഫോളോ ചെയ്യാനെന്ന്. ആൻഡ് അർണോൾഡ് ഗീവ്സ് us a clear idea of what high standard poetry should be like. In this matter, he agrees to Aristotle's idea of poetry, that is, the best form of poetry should have high truth, high seriousness,
ആൻഡ് സുപ്പീരിയർ ഡിക്ഷൻ. അരിസ്റ്റോട്ടലിനെ ഇവിടെ മാത്യു അർണോൾഡ് എഗ്രീസ് ടു അരിസ്റ്റോട്ടിൽസ് ഐഡിയ. മാത്യു അർണോൾഡ് അരിസ്റ്റോട്ടലിൻ്റെ ഐഡിയ എഗ്രി ചെയ്യുകയാണ്. ഒരു പോയട്രിക്ക് ഒരു ട്രൂത്ത് ഉണ്ടായിരിക്കണം, സീരിയസ്നെസ് ഉണ്ടായിരിക്കണം, ഡിക്ഷൻ സുപ്പീരിയർ ഡിക്ഷൻ ആയിരിക്കണമെന്ന്. ആൻഡ് ദിസ് ഈസ് സിമിലർ ടു ദ പോയം റിട്ടൺ ബൈ നിയോ ക്ലാസിക്. ഇങ്ങനെയാണ് നിയോ ക്ലാസിക്സ് പോയം എഴുതുന്നതെന്ന്. അന്നേരം ഈ ഒരു 3 കാര്യം വേണം ഒരു ബെസ്റ്റ് പോയത്തിന്. ഓക്കെ, അതാണ് മാത്യു അർണോൾഡ് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് മാത്യു അർണോൾഡ് ക്ലാസിഫൈഡ് റൈറ്റേഴ്സ് ആസ് ക്ലാസിക് ആൻഡ് നോൺ ക്ലാസിക്. ഒരു ക്ലാസിക്കൽ റൈറ്ററിനെയും നോൺ ക്ലാസിക്കൽ റൈറ്ററിനെയും കണ്ടുപിടിക്കുന്നത് ഇതിനെ ബേസ് ചെയ്താണ് ഈ ഒരു എസ്സേ പറയുന്നത്. ഓക്കെ, ചോസർ, മിൽട്ടൺ, ഷേക്സ്പിയർ ഇവരെയൊക്കെ ക്ലാസിക്കാണോ നോൺ ക്ലാസിക്കാണോ എന്ന് പറയുന്നുണ്ട്. ആൻഡ് മാത്യു അർണോൾഡ് ടോക്ക്ഡ് അബൌട്ട് ഫ്രഞ്ച് പോയട്രിയെ മാത്യു അർണോൾഡ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പോയട്രി ഓഫ് സദേൺ ഫ്രാൻസ് ആൻഡ് പോയട്രി ഓഫ് നോർത്തേൺ ഫ്രാൻസ്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് മാത്യു അർണോൾഡ് ടോക്ക്ഡ് അബൌട്ട് ഫ്രഞ്ച് പോയട്രി ബിക്കോസ് ഇറ്റ് ഹാസ് ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഇൻ ഇംഗ്ലണ്ട്സ് പോയട്രി. ഫ്രഞ്ച് പോയട്രിക്ക് ഇംഗ്ലണ്ട്സ് പോയട്രി ആയിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് പോയട്രി ഓഫ് സദേൺ ഫ്രാൻസ് ഇൻഫ്ലുവൻസ്ഡ് Italian literature or poetry. Northern France influenced English literature or poetry. And Matthew Arnold doesn't appreciate French poetry. Matthew Arnold French poetry appreciate ചെയ്യുന്നില്ല. Because Matthew Arnold പറയുന്നത് French poetry they are important from historical point of view. ഹിസ്റ്റോറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഇമ്പോർട്ടൻസ് എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. As we have told, English poetry was influenced by French poetry. Okay. But they lack the kind of seriousness, diction or truth. സീരിയസ്നെസ്സും ഡിക്ഷനും ട്രൂത്തും ഈ ഒരു ബേസ് ഇല്ല എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. മാത്യു അർണോൾഡ് ഒരു പോയട്രിക്ക് ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒരു പോയട്രിക്ക് ട്രൂത്ത്, സീരിയസ്നെസ്, ഡിക്ഷൻ ഇതൊക്കെ വേണം. പക്ഷേ മാത്യു അർണോൾഡ് പറയുന്നത് ഫ്രഞ്ച് പോയട്രിക്ക് അങ്ങനെയൊന്നുമില്ല, ഹിസ്റ്റോറിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് മാത്യു അർണോൾഡ് ഈസ് അനലൈസിങ് സം ഗ്രേറ്റ് പോയറ്റ്സ് ഓഫ് ഓൾ ടൈം. ഞാൻ പറഞ്ഞു കുറേ ഗ്രേറ്റ് ഓൾ ടൈമിലെ പോയറ്റ്സിനെ അനലൈസ് ചെയ്യുന്നുണ്ട് മാത്യു അർണോൾഡ്. 14th century റൈറ്ററായ ജോഫ്രി ചോസർ, ഫാദർ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഫാദർ ഓഫ് പോയട്രി എന്നറിയപ്പെടുന്ന ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓഫ് പോയട്രി ആരാണ്? ചോസർ. ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ഫ്രഞ്ച് ഓർ ഇറ്റാലിയൻ പോയട്രി. ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച് ഓർ ഇറ്റാലിയൻ പോയട്രി. But according to Matthew Arnold, his importance doesn't come from historic estimate but from real estimate. ഹിസ്റ്റോറിക് എസ്റ്റിമേറ്റ് അല്ല, റിയൽ എസ്റ്റിമേറ്റ് ആണ് ഉള്ളതെന്നാണ് പറയുന്നത് മാത്യു അർണോൾഡ് പറയുന്നു ചോസർ ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് അല്ല, അല്ലെങ്കിൽ പേഴ്സണൽ എസ്റ്റിമേറ്റും അല്ല, റിയൽ എസ്റ്റിമേറ്റ് ആണ് മാത്യു അർണോൾഡിൻ്റെ പോയട്രിയിൽ ഉള്ളത്. And subject and style are superior, but what he lacks is high seriousness. His subject and style are superior, but he lacks seriousness. അതുകൊണ്ട് തന്നെ he is not a classic writer എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. And next one is ജോൺ മിൽട്ടൺ ആൻഡ് വില്യം ഷേക്സ്പിയർ. ഇവരെ രണ്ടുപേരെയും മാത്യു അർണോൾഡ് ക്ലാസിക് റൈറ്റേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബോത്ത് ആർ ക്ലാസിക്. ആൻഡ് ഫ്രം 18th century ജോൺ ഡ്രൈഡൻ ആൻഡ് അലക്സാണ്ടർ പോപ്പ്, whose poems are important because of historic estimate. Even though their poetry was not so good, they wrote good prose. പോയട്രി അത്ര പോരാ, പോയട്രി അത്ര പോരാ, പ്രോസ് ആണ് ബെറ്റർ. റോട്ട് പ്രോസ് ബെറ്റർ ദാൻ പോയട്രി എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. സോ മാത്യു അർണോൾഡ് തിങ്സ് ദാറ്റ് ദേ ആർ ക്ലാസിക്
They are classic but of prose. പോയട്രിക്കല്ല, നോട്ട് ഓഫ് പോയട്രി ബട്ട് ഓഫ് പ്രോസ്. അന്നേരം ചോസർ ക്ലാസിക് റൈറ്റർ അല്ല, ജോൺ മിൽട്ടൺ, വില്യം ഷേക്സ്പിയർ ക്ലാസിക് റൈറ്ററാണ്. ഡ്രൈഡനും അലക്സാണ്ടർ പോപ്പും പ്രോസിൻ്റെ ക്ലാസിക് റൈറ്റേഴ്സായിട്ടാണ് കണക്കാക്കുന്നത്. And next is Thomas Gray. Even though he didn't write much poems, the few poems he wrote had high poetic value. So he is classic. Poetic value ഉണ്ട്, അതുകൊണ്ട് തന്നെ തോമസ് ഗ്രേയും ക്ലാസിക് റൈറ്റർ ആണ്. Next writer is Robert Burns. He is a Scottish poet ആണ്. And Arnold thinks that Burns is a poet in Scottish. He is a Scottish poet than English poet. And his poetry has content and style ഉണ്ട്, but he lacks seriousness like ചോസറും അതേപോലെയാണ്. he lacks seriousness. So he is not considered as a classic writer. And finally, romantic writers like Lord Byron, P.B. Shelley and William Wordsworth. And Arnold doesn't take a stand about them because he thinks that his age is closer to his age. അവരുടെ ഏജിൽ തന്നെയുള്ള ഒരു റൈറ്റർ ആയിരുന്നു മാത്യു ആർണോൾഡ്. സോ ഒരു പേഴ്സണൽ ബയാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവരുടെ പോയം ഇവാലുവേറ്റ് ചെയ്തില്ല. ആൻഡ് ഹി സെഡ് ദാറ്റ് ദെയർ പോയട്രി ഈസ് ഓഫ് പേഴ്സണൽ നേച്ചർ. അവരുടെ പോയട്രി പേഴ്സണൽ നേച്ചറാണ് പറയുന്നതെന്ന് മാത്യു ആർണോൾഡ് തിങ്ക് ചെയ്യുന്നു. ആൻഡ് ഹി എൻഡ്സ് ദ എസ്സേ ബൈ ടോക്കിംഗ് അബൌട്ട് സെൽഫ് പ്രിസർവേഷൻ of classics. And according to Matthew Arnold, human nature will always remain same throughout the year. Same ആയിരിക്കും human nature, and people will continue to enjoy works written about human nature. human nature-നെ കുറിച്ച് പറയുന്ന വർക്ക്സ് ആണ് ആളുകൾക്ക് ഇഷ്ടം. ആൻഡ് ദിസ് വാസ് ദ ടോപ്പിക് ഓഫ് ദ ക്ലാസിക്സ് എന്നാണ് മാത്യു ആർണോൾഡ് പറയുന്നത്. ആൻഡ് ദസ് the classic that wrote human nature will preserve themselves. They preserve themselves and stand the test of the time. And basically Arnold try ചെയ്യുന്നത് raise the standard of the poet that comes down after the romantic period. romantic periodന് ശേഷം വന്ന പോയട്രിയുടെ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യാനാണ് മാത്യു ആർണോൾഡ് ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഫോർ ദിസ് ഹി ആസ്ക്ഡ് ദ പോയറ്റ് ടു കീപ് ദ ഹൈ ട്രൂത്ത്, ഹൈ സീരിയസ്നെസ് ആൻഡ് ഹൈ ഡിക്ഷൻ വൈൽ റൈറ്റിംഗ് പോയട്രി. ഈ 3 കാര്യങ്ങളും പോയറ്റ്സ് അവർ പോയട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഹൈ ട്രൂത്ത്, ഹൈ സീരിയസ്നെസ്, ഹൈ ഡിക്ഷന്. And he also asked the critics to evaluate poems by comparing it with the classics. ഒരു പോയം കമ്പയർ ചെയ്യേണ്ടത് ക്ലാസിക് വർക്ക്സുമായിട്ടാണെന്നാണ് മാത്യു ആർണോൾഡ് പറയുന്നത്. ആൻഡ് ഇങ്ങനെയാണ് മാത്യു ആർണോൾഡ് ഈ ഒരു എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് നൗ ലെറ്റ്സ് സീ MCQ from the study of poetry by Matthew Arnold, who called 18th century an age of prose and reason. Matthew Arnold. An explanation is there, you can read it. The line, poetry is a criticism of life, occurs in the study of poetry. In this famous piece of literary criticism, Arnold concerned with the poetry's high destiny. And Arnold selects some passages from Homer, Dante, Shakespeare and Milton to prove his touchstone method. And in his poetic masterpiece, the study of poetry, Arnold's touchstone method is mentioned, and it is a comparative method of criticism. Next one, poetry is a criticism of life under the condition fixed for such criticism by laws of poetic truth and poetic beauty. Who among the following made the above statement? Matthew Arnold. Next one, according to Arnold's poetry is a criticism of life. Next one, the term liquid diction, it's a term and it is used by Arnold to denote the poetry of Chaucer. Arnold uses the term liquid diction to describe the poetry of Chaucer, and he praises Chaucer's use of language, highlighting the fluidity and ease of his style.
which he sees as a key characteristic of good poetry. Next one, according to Matthew Arnold, Chaucer is not one of the greatest classics because his poetry lacks high seriousness. Next one, which of the following is true to the study of poetry? It's an essay by Matthew Arnold. It was published in 1880. It was originally published as a general introduction to T.H. Ward's anthology, The English Poets, and all these are true. The correct answer is all these are true. Next one, to Matthew Arnold, the future of dash is immense. The future of poetry is immense. Next one, as Matthew Arnold thinks there is a need of dash to conceive the high destiny of poetry. Standard for poetry. Next one, Arnold begins his essay by saying that poetry has a great future. Next one, in the study of poetry, Arnold writes that we have to turn to poetry to interpret life and to console and sustain us. Next one, man's immortal possession according to Arnold is poetry. According to Arnold, poetry is man's immortal possession. He believes that poetry as a criticism of life would provide humanity an enduring source of joy, comfort and inspiration. Next one, religion and dash will give way to poetry. Religion and philosophy. What influenced the poetry of England? Poetry of northern France. Next one, the better prose writer according to Arnold are Pope and John Dryden. Next one, to prove that Chaucer is not a classic, Arnold compares him to Dante, Homer, Shakespeare and Milton. Next one, Chaucer was influenced by French and dash poetry, Italian poetry. Next one, Robert Burns is a better dash poet than English. Robert Burns is a better Scottish poet than English. Next one, the best form of poetry possesses seriousness and high truth and also diction. Thank you. If you like this video, please like, share and subscribe.